ഇന്ന് നമുക്ക് മക്കൾക്ക് തലയിടാൻ കുറച്ച് എണ്ണ കാച്ചാട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ എടുക്കണത് കേശവർദ്ധനി പറഞ്ഞ ചെടി കേട്ടോ. അങ്ങനെ കുറച്ച് പീസ് എടുക്കാം. ഇത് ഞാൻ കുറച്ച് തോനെ ഇവിടെ വളർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ തൈ ഉണ്ടായാൽ മതി, എന്നാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ഉണ്ടാവും. ഇതാട്ടോ അതിൻ്റെ പൂവ്. കുറച്ച് തോനുണ്ട്. നമ്മളെ കോഴിക്കോടിൻ്റെ ബാക്കിലാട്ടത്. ഇത് അത്യാവശ്യത്തിന് നമുക്ക് എടുക്കട്ടോ. നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെമ്പരത്തിൻ്റെ എല്ലാം കൂടി പൊട്ടിക്കട്ടോ. ഇപ്പം നമുക്കൊരു കറ്റാർവാഴൻ്റെ ഫോളം എടുക്കട്ടോ. ചെറിയൊരു കറ്റാർവാഴൻ്റെ തൈകളുണ്ട് കേട്ടോ. കഴിയുമെന്ന് ഒരു പീസ് എടുക്കാം, 2 പീസ് എടുക്കാം. എണ്ണ എപ്പോഴും കാച്ചൂലല്ലോ. കഴിയുമെന്ന് 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നീരിറങ്ങാതെക്കാൻ ഇതെടുക്കാം കേട്ടോ. കഞ്ഞുണ്ണി അല്ലേ എന്താ, ഇതും കുറച്ചെടുക്കാം. നമ്മളെടുത്ത എല്ലാ സാധനങ്ങളും ഒന്ന് പരിചയപ്പെടുത്തി തരാം. 2 കറ്റാർവാഴ എടുത്തിട്ടുണ്ട്, ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിയില, കേശവർദ്ധനി, പിന്നെ പനിക്കൂർക്ക. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. മിക്സിയുടെ ജാറിൽ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൊണ്ടുപോയി എണ്ണ കാച്ചാം. നമുക്ക് എണ്ണ കാച്ചാൻ തുടങ്ങാം. ഗ്യാസ് ഓണാക്കാം കേട്ടോ. ചട്ടി നല്ല ഉണങ്ങി വരട്ടെ. ഇതാട്ടോ വെളിച്ചെണ്ണ നമ്മൾ ആട്ടുന്ന കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ വെച്ചാണ് ഇന്ന് എണ്ണ കാച്ചുന്നത്. കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി, ഇപ്പോൾ ആദ്യം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്രയും എണ്ണ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ഈ മിക്സ് വന്നിട്ട് കൊടുക്കാം. പിന്നെ ചെറു തീയിൽ വെച്ചിട്ട് വേണ്ട നമ്മളത് മൂപ്പിച്ചെടുക്കാൻ. ഇത് നല്ല മൂത്ത് വരട്ടെ. അപ്പം ഇലവർഗ്ഗങ്ങളല്ലാതെ നമ്മൾ അതിലിട്ട് കുറച്ച് നീലാമ്പരി പൗഡറും ഉലുവ, മൈലാഞ്ചി പൗഡർ, അതേപോലെ റോസ്മേരി ഇതും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. റോസ്മേരി ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. പിന്നെ മുടിക്ക് നല്ലതുമാണ്, നീളം വെക്കാനൊക്കെ. ഇതും ചേർത്ത് കൊടുക്കണ്ടേ. പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എണ്ണ കാച്ച്. എനിക്ക് ഒരേ ടൈമിൽ ഒരേ എണ്ണ എപ്പോഴും ഇടുന്ന ഇഷ്ടമല്ലേ. ഞാൻ പല രീതിയിലും എണ്ണ കാച്ചിട്ടോ. ഞാൻ സ്പൂണ് മാറ്റിക്കാണ്ട് ഒരു കയ്യിലിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കും ചെയ്യുക. കൈമത്ത് പെട്ടെന്ന് തെറിക്കില്ല, അതിന് വേണ്ടി ഇട്ടതാണേ. ഇനി നമുക്ക് എല്ലാ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളായ ഐറ്റംസ് പെട്ടെന്ന് ചേർത്ത് കൊടുക്കണ്ട, പെട്ടെന്ന് അടി പിടിക്കും. അപ്പം ഇതൊന്ന് വാടി കഴിഞ്ഞതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണമാവും നല്ലത്. ഞാൻ ഈ എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പരീക്ഷണ വസ്തുവായിട്ട് എൻ്റെ ഒരു അനിയത്തിനെ ഇട്ടിട്ടോ. ഓളന് എല്ലാ എണ്ണകളും ഓളാണ് പരീക്ഷിക്കൽ. ഓള് സമ്മതിക്കും ചെയ്യും. അൽഹംദുലില്ലാ. ഓൾക്ക് അത്യാവശ്യം നല്ല മുടിയുണ്ട്, ഉള്ളുണ്ട്. ഇപ്പോൾ
പിന്നെ എനിക്ക് മോളായതിനു ശേഷം മോളെ തലയിലാട്ടോ. മോൾക്ക് മുടി ഉള്ളു കുറവൊന്നുമില്ല, പക്ഷെ മുടി നീളം വെക്കൂല. അതിനുള്ള കാരണം ഞാൻ തന്നെ കേട്ടോ. മുടി കൂടുതലുണ്ടാകുമ്പോൾ കൂടുതലായി എനിക്കൊരു കത്രിക കണ്ട ഒരു ഭ്രാന്താ. ഞാൻ വേഗം കത്രിക എടുത്ത് മുടി മുറിക്കും. അതിൻ്റെതായാലും ഓളതായാലും. പക്ഷെ മുടിക്ക് കുറവൊന്നുമില്ല, നല്ല ഉള്ളുള്ള മുടിയാണ് മോളത്, ചുരുളുള്ള മുടിയാണ്. അപ്പോൾ മോക്ക് വേണ്ടിയപ്പോൾ ഈ എണ്ണ കാച്ചുന്നത്. ഇനി നമുക്ക് ഓരോ പൊടികളൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇലകളൊക്കെ വേറിട്ട് നിൽക്കുന്നുണ്ട്, കട്ട പിടിച്ചാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് മൈലാഞ്ചി പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഫ്ലെയിം നന്നായിട്ട് ഓഫാക്കണേ. മൈലാഞ്ചി പൗഡർ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നീലാമ്പരി അത് കുറച്ചിട്ട് കൊടുക്കാം. റോസ്മേരി കയറി വെച്ചിട്ട് കുഴപ്പമില്ല, കുറേ തിട്ടോ. നമ്മളെല്ലാ പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ആ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ 1/2 ലിറ്റർ വെളിച്ചെണ്ണ കൊണ്ട് കേട്ടോ എണ്ണ കാച്ചുന്നത്. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇത്ര പണിയുള്ളൂ കേട്ടോ. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.